ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ അച്ഛൻ ലീവ് കിട്ടണ്ടേ? ഇന്ന് എന്റെ പിറന്നാളാണ്. എനിക്ക് എന്റെ കുടുംബത്തിന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടതാണ്. അത് മാത്രല്ല, ദേ എന്റെ പൊന്നാരച്ഛനും ദേ ഈ പിള്ളച്ചേട്ടനും കൂടിയിട്ട് പിറന്നാൾ സദ്യ കഴിക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ടേ കളക്ടർക്ക് ലീവ് അപ്ലിക്കേഷൻ കൊടുത്താണ്. പക്ഷെ അനുവദിക്കണ്ടേ? ജോലി ഈസ് ഫസ്റ്റ്. പിറന്നാളൊക്കെ അടുത്ത വർഷം മതി കളക്ടർ പറഞ്ഞേ. ചോദിക്കാച്ചാ ചോദിക്ക്. എന്റെ അച്ഛ എന്താ ഇത്? കള്ളം പറയാ, ചുമ്മാ പറയാ. ഞാനെന്ന ലീവ്, പിന്നെ വിഷ്ണുവേട്ടനെ ലീവ് എടുക്കാൻ പറ്റാത്തെന്താ? ഭക്ഷണമൊക്കെ ഏറെക്കുറെ റെഡിയാ. ഞാൻ ഈ ചെയ്തുണ്ടാക്കുന്നതൊക്കെ ആർക്ക് വേണ്ടിയാച്ചാ? മോള് ധൈര്യമായിട്ട് സദ്യ ഒരുക്കിക്കോ. ഇവനെ ഇന്ന് ഇവിടുന്ന് എവിടേക്കും പോകത്തില്ല. എന്താ പിള്ളേ? ഇവൻ ഈ പടി ഇവിടെ നിന്ന് ഇറങ്ങിയാലേ ഇവന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കും. താൻ സഹായത്തിലോടോ? പിന്നെ തീർച്ചയായിട്ടും. ആദ്യം ഞാൻ വീണിട്ട് രാഘവൻ സാർ വീഴും. പിന്നെ അല്ല. അച്ഛൻ കരുതുന്ന പോലെ നല്ല കാര്യങ്ങള്. ഞാൻ വെറൊരു ഡ്രൈവറായതിന്റെ പേരിലേ ഈ കളക്ടർ മാഡത്തിന്റെ കയ്യിൽ നിന്ന് എന്തെല്ലാം പീഡനങ്ങളാണ് ഞാൻ സഹിക്കണമെന്നറിയോ? ഇപ്പൊ വീട്ടിൽ തുടങ്ങിയിരിക്കുക. എല്ലാ പണികളും ഞാൻ തന്നെ ചെയ്യണം. കളക്ടർ വന്ന ഒന്നും ചെയ്യില്ല. ഈ കുറച്ച് വയലെടുത്ത് ഇങ്ങനെ കുത്തിയിരിക്കും. ശരിയാന്നോ മക്കളെ? അമ്മ അച്ഛനെ പണിയെടുപ്പിച്ച് പിടിപ്പിക്കാറുണ്ടോ? പറഞ്ഞോളൂ മക്കളെ. ചുമ്മാതെ അച്ഛ. അച്ഛൻ വെറുതെ പറയുക. അതെ അതെ, പണിയൊക്കെ എടുക്കുന്ന ചേച്ചിയമ്മയാ. നീയും ഇപ്പൊ എങ്ങനെയുണ്ട്? രണ്ടുപേരും തിരിഞ്ഞല്ലേ? ചോക്ലേറ്റ് ഓടിച്ചോ, ചോക്ലേറ്റ് ഓടിച്ചാൽ നോക്കിയിരുന്ന മതി. രണ്ടര ചോക്ലേറ്റ് തിന്നിക്കടി. അയ്യോ അച്ഛ, വിഷ്ണു അച്ഛനെ ചേച്ചിയമ്മ ഇടയ്ക്കിടയ്ക്ക് പീഡിപ്പിക്കാറുണ്ട് കേട്ടോ. അത് ഞങ്ങൾ കാണുന്നു എന്നൊന്നുമില്ല. ഇടിയടി അമ്പടി കള്ളി അല്ലേ സത്യ? അതെ. പറഞ്ഞോട്. എന്നാ ശരി. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ചോക്ലേറ്റിന് മുമ്പിൽ കാല് മാറിയില്ലേ? എടോ പിള്ളേ, അത് ഇങ്ങോട്ടെ. ഇങ്ങോട്ട് നമ്മൾ പിടിച്ചേ. താങ്ക് യു അച്ഛാ. പപ്പ നമ്മൾ പിടി. താങ്ക് യു അച്ഛാ. വാ പപ്പി, നമുക്ക് ഇപ്പൊ തന്നെ തീർത്തേക്കാം. വാ. പതുക്കെ. നീ മോളില്ലേ? അല്ല, നിങ്ങളെല്ലാരും ഇങ്ങനെ പറയുമ്പോ പിന്നെ എന്റെ അച്ഛനും വന്ന സ്ഥിതിക്ക്. പക്ഷെ വൈകിട്ട് വേണം. വ്യാപാരമുള്ളതാ അല്ല കളക്ടർ മാഡം? അത് 4 മണിക്ക് ശേഷല്ലേ? അത് ഉദ്ഘാടനം ചെയ്യേണ്ടത് ഞാനല്ലേ? ഡി മോളെ, നീ 4 മണിക്ക് ശേഷം പോയാ മതി. ഇവർ ഇപ്പൊ തന്നെ അവിടെ പോയി നിൽക്കട്ടെ. അവിടെ ആ സേവർക്കുന്നവർക്കും മൈക്കാർക്കും ഒക്കെ ഒരു കൂട്ടാവുമല്ലോ.